തിരുവനന്തപുരത്ത് നടുറോഡിൽ ലഹരി ഉപയോഗിച്ച് യുവാക്കളുടെ പരാക്രമം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു അക്രമം നടന്നത്. ലഹരി ഉപയോഗിച്ചെത്തിയ യുവാക്കൾ നാട്ടുകാരെയും മർദ്ദിച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫോർട്ട് പോലീസിനു നേരെയും യുവാക്കൾ ആക്രമണം നടത്തി. തിരുവല്ലം സ്വദേശികളായ ഷാറൂഖ് ഖാൻ, കിച്ചു എന്നിവരാണ് പരാക്രമം നടത്തിയത്. മാനസയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മാനസ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ അക്രമം നടത്തുകയായിരുന്നു. പോലീസിനടക്കം ഇപ്പോൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടു റോഡിലാണ് ലഹരി ഉപയോഗിച്ച് യുവാക്കളുടെ പരാക്രമം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുൻപ് തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു സംഭവം. ലഹരി ഉപയോഗിച്ചെത്തിയ യുവാക്കൾ നാട്ടുകാരെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തിയത്. ശേഷം പോലീസിന് നേരെയും യുവാക്കളുടെ പരാക്രമം ഉണ്ടായി. പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കാനുമുള്ള ശ്രമം ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തിരുവല്ലം സ്വദേശികളായ ഷാറൂഖ് ഖാൻ, കിച്ചു എന്നിവരാണ് പരാക്രമം നടത്തിയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇരുവരും കാഫ കേസ് പ്രതികളാണ് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ, അന്വേഷണവും കാര്യങ്ങളും ഒക്കെയും തന്നെ പോലീസ് നടത്തി വരികയാണ്. ശരി, മാനസ മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.